ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മലപ്പുറം വരെ ഒന്ന് പോയാലോ? മലപ്പുറത്ത് പൊന്നാനിയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആളെ കാണാൻ വേണ്ടി പോവാട്ടോ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ഉച്ചയൊക്കെ ആയിരുന്നു. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടാ. അപ്പൊ തൃശ്ശൂർ എത്തിയപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി സൂഫി മന്തി കയറി. അവിടെയാണ് ഒടുക്കത്തെ തിരക്കാരനെ ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നുട്ടാ. ഒന്നാമത്തെ തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഒട്ടും സമയം ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ നേരെ സഫേറി കയറിയിട്ടാ. ഞാനാണെങ്കിൽ സഫേറിന്ന് ബിരിയാണി കഴിക്കണമെന്ന് കുറെ നാളായി വിചാരിക്കണേ. അതിപ്പോ ഇങ്ങനെ നടന്നു. സഫേറിലെ ബിരിയാണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 2 പ്രാവശ്യം ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇക്ക ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. ഞങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ സഫേറിന്നാട്ടോ കഴിച്ചേ. പിന്നെ പണ്ടെപ്പോഴോ ഫ്രണ്ട്സിന്റെ ഒപ്പം വന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ കഴിക്കണത് ഇപ്പോഴാട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ല. ഇതുവരെയായിട്ട് സഫേറിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ എത്താക്കി ഒരു ജ്യൂസും കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ വണ്ടിയിൽ വന്നപ്പോ ഞാൻ നല്ല ഉറക്കായിരുന്നു. മലപ്പുറം എത്തിയപ്പോഴാട്ടോ കണ്ണുറന്നേ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാന്ന്. ഈ ഫ്രണ്ടിനെ കിട്ടിയതൊക്കെ ഒരു വലിയ കഥയാണേ. ഞങ്ങളുടെ മോനും ബ്ലഡ് ഡോറുമായിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ അവരുടെ മോനും ബ്ലഡ് ഡോറുമായിട്ട് വന്നായിരുന്നു കേട്ടോ അവര്. മാഷാഅല്ലാ, ബ്ലഡ് ഒക്കെ വെച്ച് അവരുടെ മോനും ഓക്കെ ആയി, ഞങ്ങളുടെ മോനും കുഴപ്പമില്ല, ഓക്കെ ആയിട്ടോ. അങ്ങനെ അന്ന് കമ്പനി ആയതാട്ടോ അവരായിട്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും, മെസ്സേജ് അയക്കും, കൊച്ചിനെ അങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ടാ. അപ്പൊ ഇവരുടെ വീടാണ് മലപ്പുറം പൊന്നാനി കർമ്മ റോഡില്ലേ, അതിന്റെ ഒക്കെ അടുത്താ. അപ്പൊ ഞാനും ഒക്കെയാണെങ്കിൽ കുറെ നാളായി കർമ്മ റോഡൊക്കെ പോയി കാണണമെന്ന് വിചാരിക്കണു. അപ്പൊ ഇവരുടെ വീട്ടിലും കയറി പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാട്ടോ അവിടെ കാണാനായിട്ട്. നമ്മളാ പാലം കയറിപ്പോഴേ ഉള്ള വ്യൂ അടിപൊളിയാട്ടോ. ഞാനാണ് ഇവിടെ ആദ്യമായിട്ടോ തന്നെ. ഇക്കാണ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആള് ഇതിനു മുമ്പ് ഇവിടെ വന്ന കഥകളൊക്കെ പറയുമ്പോ എനിക്ക് ഇവിടെ വന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളാണ് ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ലാട്ടോ വന്നേ. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല രസമാണ് കാണാനായിട്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പോയിരുന്ന അടിപൊളിയായിരിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ. ഒരു സൈഡിൽ മൊത്തം കടകള്, മറ്റേ സൈഡിലാണ് ഇതുപോലെ ഫുൾ വെള്ളാട്ടാ. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് കേട്ടാ. പിന്നെ ഞങ്ങളവിടെ കുറെ നേരം നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ ശരിക്കും ആസ്വദിച്ചു കേട്ടാ. പിന്നെ ഞങ്ങൾ പോയിട്ട് ഉപ്പിലിട്ടതും സ്വീറ്റ് കോണൊക്കെ മേടിച്ച് കഴിച്ചു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ഉണ്ടായിരുന്നുട്ടാ. അപ്പൊ വെയിലൊക്കെ ആറി നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കണ്ടായിരുന്നു കേട്ടാ. കൊച്ചുള്ളാൻ ഞങ്ങളവിടെ കയറാൻ നിന്നില്ല, പുറത്ത് നിന്ന് ചുമ്മെല്ലാം കണ്ടുള്ളൂ കേട്ടാ. പിന്നെ ഞങ്ങൾ വന്നാലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാട്ട് അവര് വിളിച്ചു പറയണേ. അപ്പൊ അവരാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടാ. അവളുടെ ഹസ്ബൻഡ് 2 ദിവസം കഴിഞ്ഞ് മലേഷ്യക്ക് പോവാ. അതുകൊണ്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് അവര് പുറത്തു പോയി കഴിഞ്ഞു. അവരാണെങ്കിൽ വീട്ടിലെത്തുമ്പോ നമ്മൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറെ നേരം അതിൽ കൂടെ ഇറങ്ങിയിട്ട് ചേർന്നു കേട്ടാ. അവിടെയാണെങ്കിൽ ഒരുപാട് കടകളുണ്ട് കേട്ടാ. ഉപ്പിലിട്ടതും അതുപോലെ തന്നെ പൊരിച്ച പലഹാരങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി കുലിക്കും ഉപ്പിലിട്ടൊക്കെ കഴിച്ചുട്ടാ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പുളിമിഠായി മേടിച്ചേ. ഇപ്പൊ ഇവിടെ കടകളിൽ ഇതൊന്നും കാണാറില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കളിപ്പാട്ട കടയിൽ പോയി കൊച്ചിന് 2-3 കളിപ്പാട്ടൊക്കെ മേടിച്ചുട്ടാ. അവന് ഈ ഒരു കിലിക്കും പിന്നെ ഈ സ്പൈഡർമാനും പിന്നെ ഈ ബാർബിയോട്ടോ മേടിച്ചേ. അപ്പോഴേക്കും അവര് വീട്ടിലെത്തിയെന്ന് നമ്മൾ വിളിച്ചുട്ടാ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഐസ്ക്രീമും മേടിച്ച് നേരെ വണ്ടി കയറി. കർമ്മേന്നാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വീട്ടിലേക്ക്. പിന്നെ പോണൊക്കെ ഒരു കടയിൽ നിർത്തി കുറച്ച് പലഹാരമൊക്കെ വാങ്ങി നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടാ. ഇതവളുടെ ഹസ്ബൻഡിന്റെ ഉമ്മയും വാപ്പയാണേ. ഇതവളുടെ ഹസ്ബൻഡും ഇളയ കൊച്ചും. ഇതവളുടെ മൂത്ത കൊച്ച്, ചെറിയൊരു കുറുമ്പനാട്ടവൻ. ദേ ഇതാട്ടോ ഞാൻ പറഞ്ഞ ആള്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ. 2 ദിവസം കഴിഞ്ഞ് ഇവളുടെ ഹസ്ബൻഡ് മലേഷ്യക്ക് പോവാണേ. അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് പുള്ളിക്കാരി. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവര്. എന്റെ കെട്ടിയവൻ എപ്പോഴും പറയും ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാര് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതെനിക്ക് ഇവരെ കണ്ടപ്പോ ശരിക്കും മനസ്സിലായിട്ടാ. പിന്നെ ഇവന്മാര് 2 കേട്ടോ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് കിടന്നു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ ഇരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും രാത്രിയായില്ലോ. അങ്ങനെ അവിടെ എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.